റേഷൻ വില വർദ്ധിപ്പിച്ച് പണം കണ്ടെത്താനുള്ള നിർദ്ദേശം നടപ്പാക്കില്ലെന്ന് ഭക്ഷ്യമന്ത്രി ജി.ആർ. അനിൽ പ്രതികരിച്ചു. അതിലേക്ക് അതൊക്കെ അവരുടെ ഒരു ഭാഷ്യമാണ്. ഞാൻ അതുകൊണ്ടാണ് പ്രകോപനം ഉണ്ടാകുന്ന വാക്കുകൾ ഞാനായി പറഞ്ഞൊരു സമരത്തെ വേറെ രീതിയിൽ ചിത്രീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ധനമന്ത്രി ആ യോഗത്തിൽ പങ്കെടുത്തു. ധനവകുപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ മാറ്റിവെച്ച വിഷയത്തെ സംബന്ധിച്ച് വ്യക്തമായി പറഞ്ഞു. ബഡ്ജറ്റിൻ്റെ തിരക്കുള്ളത് കൊണ്ട് പറഞ്ഞിട്ടാണ് ധനമന്ത്രി അടുത്ത യോഗത്തിലേക്ക് പോയത്. ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന വാക്കല്ലെങ്കിൽ നിങ്ങൾ സൂചിപ്പിക്കേണ്ടത് ഓരോ മേഖലയിലും പണം വരുന്ന മുറയ്ക്ക് ഊറി വരൂ നമ്മൾ പറയില്ലേ നാട്ടുപുറത്ത്. ആ വരുന്ന മുറയ്ക്ക് ഓരോ മേഖലയ്ക്കുമുള്ള കുടിശ്ശിക കൊടുക്കാനല്ലേ ധനവകുപ്പ് ശ്രമിക്കുന്നത്. അത് 8-9 വർഷക്കാലത്തെ പെൻഡിംഗ് ഉണ്ടായിരുന്ന വിഷയം ചർച്ച ചെയ്ത് പരിഹരിച്ചില്ലേ. അപ്പോൾ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ജനങ്ങളെയും ഗവൺമെൻറ്റിനെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഈ സമരത്തിൽ നിന്ന് പിന്തിരിയണമെന്ന് അവരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അത് പിന്തിരിയുമെന്ന് തന്നെയാണ്. റേഷൻ വില വർദ്ധിപ്പിച്ച് പണം കണ്ടെത്താനുള്ള നിർദ്ദേശം നടപ്പാക്കില്ലെന്നാണ് മന്ത്രി ജി.ആർ. അനിൽ പറഞ്ഞത്. വസ്തുത പറഞ്ഞാൽ സമരക്കാരെ പ്രകോപിപ്പിക്കുന്നതിന് തുല്യമാകും. ധനവകുപ്പ് പണം അനുവദിക്കുന്നതിൽ വിവേചനം കാട്ടുന്നില്ല. സമരത്തിൽ നിന്ന് വ്യാപാരികൾ പിന്മാറണമെന്നാണ് മന്ത്രി ആവശ്യപ്പെടുന്നത്.